അബൂബക്കർ മുസ്ലിയാർ 94 വയസ്സായി എന്നാ പറയണേ. അപ്പോൾ ഈ സന്ദർഭത്തിൽ തസ്ബീഹും തഹ്മീദും തഹ്ലീലും ഇസ്തിഗ്ഫാറും ഒക്കെ ആയിട്ട് കഴിയേണ്ട സമയമാണ്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, അള്ളാഹു തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞൊരു കൗമ് കൂട്ടത്തിൽ എണ്ണിയാണ് ഷെയ്ഖുൻ സാൻ എന്ന് നബി പറഞ്ഞത്. ഷെയ്ഖുൻ സാനിൻ, അള്ളാഹ് നോക്കൂല മിണ്ടൂല എന്ന് പറഞ്ഞാളാ. കാരണം വയസ്സായിട്ട് മൂപ്പര് മാറാൻ ഒരുക്കല്ല. മനസ്സിലാക്കണം. കാരണം വെച്ചാൽ വ്യാജം എന്ന പേര് ചേർത്തുകൊണ്ട് വളർന്ന ഒരു മുസ്ലിയാർ എന്നല്ലാതെ ചുരുങ്ങിയ വാക്കുകളിൽ പരിചയപ്പെടുത്താൻ അതൊരു വ്യക്തിയാക്ഷേപമായിട്ട് ആരും മനസ്സിലാക്കരുത്. വ്യക്തിയാക്ഷേപമല്ല, നേരെ മറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഈ ഉമ്മത്തിനെ കാണുന്നൊരു കാഴ്ചയുണ്ട്. അത് പരസ്യമായി അദ്ദേഹത്തിൻ്റെ മകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊരു മാർക്കറ്റാണ് എന്നാണ് അയാളുടെ പ്രയോഗം തന്നെ. അബൂബക്കർ മുസ്ലിയാരുടെ മകൻ്റെ പ്രയോഗം തന്നെ ഇതൊരു മാർക്കറ്റാണ് എന്ന് വെച്ചാൽ ഈ ഉമ്മത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം നോക്കിക്കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു ചന്തയാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 10 ലക്ഷത്തിലധികം മെമ്പർമാർ SYS-നുണ്ട്. മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം ഒരു ചരക്ക് വിൽക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അദ്ദേഹം നടത്താൻ പോണ ഒരു പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് നല്ലൊരു മാർക്കറ്റാണ് എന്ന് കണ്ട് വാപ്പയും മോനും നടത്തുന്ന ഏറ്റവും വലിയ വികൃതമായ ആചാരം. അത് നമ്മെ അയാൾ എന്ത് ബിസിനസ് നടത്തിയാലും പ്രശ്നമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിറ്റ് വിപണിയിൽ കൊണ്ടുവന്ന് വിറ്റ് ഏറ്റവും വികൃതമായ കച്ചവടം നടത്തുന്ന ഒരു കള്ളക്കച്ചവടക്കാരനാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു വെച്ച പല സംഗതികളും ഒന്ന് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ആർജവമുള്ള ആളാണെങ്കിൽ, ഇവർ ഈ പറയുന്നത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ നമ്മൾ ഒന്നിലധികം തവണ ആവർത്തിച്ചു പറഞ്ഞു. ഈ അടുത്ത സമയത്ത് വാളക്കുളത്തുകാരൻ മുസ്ലിയാരോട് അതിനു മുമ്പ് മൂവാറ്റുപുഴയിൽ വെച്ചുകൊണ്ട് ഒക്കെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പൊതുവായ ഒരു സംവാദത്തിന് തയ്യാറാവണം. കാരണം ഇവർ കളിക്കുന്നത് റസൂലുള്ളാഹിയെ കൊണ്ടാണ്, മുഹമ്മദ് നബിയെ കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തെളിയിക്കാം, അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ആ കേശം അത് വ്യാജമാണെന്നും അത് റസൂലുള്ളാഹിന്റെതല്ലെന്നും അത് റസൂലുള്ളാഹിന്റെതാണെന്ന് വിശ്വസിച്ചാൽ അവൻ മതത്തിൽ നിന്ന് പുറത്താണെന്നും ഞങ്ങൾ തെളിയിച്ചു കൊടുക്കാം. അതിന് സംവാദത്തിന് തയ്യാറാവണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇവർ ധാർമ്മികതയുള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ കൂറുള്ളവരാണെങ്കിൽ, സത്യസന്ധതയുള്ളവരാണെങ്കിൽ ഒരു സംവാദത്തിന് ഇവർ തയ്യാറാകണ്ടേ? 13 കൊല്ലങ്ങളായല്ലോ ഇത് തുടർന്ന് വരുന്നത്. 13 കൊല്ലങ്ങളായി ഇത് ആവർത്തിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധതയുള്ളവരാണെങ്കിൽ ഇത് റസൂലുള്ളാഹിന്റെതാണ്, പ്രവാചകന്റെതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംവാദത്തിന് അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പിണിയാളുകളും അദ്ദേഹത്തിന്റെ പിൻഗാമികളും തയ്യാറാകണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് നട്ടലില്ലാതെ മാളത്തൊളിപ്പിച്ച മുസ്ലിയാര് സമയോചിതം ഇറങ്ങി വന്നിട്ട് മാർക്കറ്റ് നോക്കിയിട്ട് ഇതെങ്ങനെ വിറ്റ് കാശാക്കാമെന്ന ആ ഒരു കള്ളക്കച്ചവടത്തിന്റെ തന്ത്രം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, ഇതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. കാര്യം റസൂലുള്ളാഹിയെ മാർക്കറ്റിൽ വെച്ച് വിൽക്കാൻ സമ്മതിക്കരുത്. കാര്യം റസൂലുള്ളാഹിയെ ഇത്രമാത്രം നിന്ദിച്ച ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ? നമുക്കറിയാം, 93 കാലഘട്ടങ്ങളിൽ CV ചെറിയാൻ പ്രവാചകനെതിരെ പുസ്തകം എഴുതിയപ്പോ ഇവിടെ നിന്ന് വണ്ടി വിളിച്ചു പോയവരാണ് മുസ്ലിങ്ങൾ, അല്ലേ? ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ ഓർക്കുകയാണ്, CV ചെറിയാനെതിരെ മുദ്രാവാക്യം വിളിച്ചവരാണ് മുസ്ലിങ്ങൾ. തസ്ലീം നസ്രീനെതിരെ മുദ്രാവാക്യം വിളിച്ചവരാ മുസ്ലിങ്ങൾ. എന്തേ കാരണം? മുഹമ്മദ് നബി അപമാനിച്ചു എന്നതിന്റെ പേരിൽ. ഇടമറുക് അള്ളാഹുവിന്റെ റസൂലിനെ അപമാനിച്ചതിനേക്കാൾ വലിയ അപമാനിക്കലാണ് അബൂബക്കർ മുസ്ലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇദ്ദേഹം പറയുന്ന വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് റസൂലുള്ളാഹിയുടേതാണ്. അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കും, നിങ്ങൾക്ക് ആരാണ് ഇത് തന്നത്? ആരാ നിങ്ങൾക്ക് ഇത് തന്നത്? അദ്ദേഹം പറയും, ഹസറജി തന്നതാണ്. പിന്നെ ആരാ തന്നത്? ജാലിയവാല തന്നതാ. അതെ, ഹസറജിക്കാരാ കൊടുത്തത്, ജാലിയവാല കൊടുത്തതാ. ഈ ജാലിയവാല എവിടെ? നിങ്ങൾക്ക് മുടി തന്ന ജാലിയവാല എവിടെ? ആ ജാലിയവാലയെ ഈ പറയുന്ന റബീഉൽ അവ്വലിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കോഴിക്കോട് പ്രദർശിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മുടി തന്നയാൾ ജാലിയവാലയാണെന്ന് കോട്ടക്കലിൽ വെച്ചുകൊണ്ട് സനദ് വായിച്ചപ്പോ ഒന്നാമത് നിങ്ങൾ വായിച്ചത് മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയവാല എന്നല്ലേ? ആ ജാലിയവാല എവിടെ പോയി? മറുപടി പറയണം. അബൂബക്കർ മുസ്ലിയാർക്ക് ആവതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ മറുപടി പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടന മറുപടി പറയണം. മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യൻ മുടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയവാല എന്ന് പറയുന്ന ബോംബെയിലെ ചോർ ബസാറിൽ ജീവിക്കുന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി കേരളത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ പ്രദർശിപ്പിക്കുമോ? കേരളത്തിൽ കൊണ്ടുവരുമോ? കാരണം നിങ്ങൾക്ക് ഏറ്റവും വലിയ ഖിദ്മ ചെയ്ത ആളല്ലേ, നിങ്ങൾക്ക് മുടി തന്ന ആളല്ലേ, അദ്ദേഹത്തിന്റെ മുടിയല്ലേ ഇപ്പൊ നീളം വെച്ചത്, അദ്ദേഹത്തിന്റെ മുടിയല്ലേ പെറ്റത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ശുദ്ധമായ തട്ടിപ്പാണ്. ബോംബെയിലെ ചോർ ബസാറിലെ മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയവാല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ലാ തല വലാ വാല എന്ന് പറയാവുന്ന ഒരു തലയും വാലുമില്ലാത്ത മനുഷ്യൻ, ആ മനുഷ്യനെടുക്കുന്ന മുടി കൊണ്ടുവന്നിട്ട് ഇവരെ സമർത്ഥമായി മാർക്കറ്റ് ചെയ്യാൻ. മാത്രമല്ല, ബോംബെയിൽ നിന്ന് അബുദാബിക്ക് കയറ്റി അബുദാബിയിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരിക. പഴയ കാലത്ത് ഗൾഫുകാരൻ നമുക്ക് ഉടുപ്പിന്റെ തുണി തരും,
അതല്ലെങ്കിൽ സോപ്പിന്റെ കഷ്ണം തരും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മേഡ് ഇൻ ഇന്ത്യ എന്ന് കാണാം. കൊണ്ടുവന്നത് എവിടുന്നാ? ഗൾഫിൽ നിന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് വലിയെന്തോ ആണ് എന്നാ. ഈ തുണിയും കുപ്പായും ഒക്കെ ഇവിടുന്ന് കയറ്റിയത് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരിക. കൊല്ലത്തുനിന്ന് കയറ്റുന്ന അണ്ടിപ്പരിപ്പ് അബുദാബിന്ന് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് തിന്നുക. ഇതാണ് സമ്പ്രദായം. ഇത് തന്നെ ഇവിടെ ചെയ്തത്. അതായത് നമ്മുടെ ബോംബെയിലെ ചോർ ബസാറിൽ ജീവിക്കുന്ന ജാലിയാവാല കട്ടിലിനടിയിൽ സൂക്ഷിച്ചു വെച്ച മുടിക്കെട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ മുടി അതിവിടുന്ന് നേരെ അബുദാബിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് ഒരു അറബിയെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് വാങ്ങിയെടുക്കുക. എന്നിട്ട് ഈ സമുദായത്തെ മുഴുവൻ പറ്റിച്ചത് എങ്ങനെയാ? ഇതിന് സനതുണ്ട്. സനതാരുടേതാ? ഈ കൊണ്ടുവന്ന ആടെ വാപ്പാന്റെ വാപ്പ വല്ലുപ്പ. അതെനിക്കുണ്ടാവൂലേ? എല്ലാവർക്കും ഉണ്ടാവൂലേ? ആദനബി ചെന്ന് മുട്ടൂലേ? ആദനബിയിൽ മുട്ടിക്കാൻ പറ്റൂലേ? ആ ജാതി സനത് ഇവിടെ വായിച്ചിട്ട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹിയിൽ നിന്ന് മുടി കിട്ടിയ സനതാണ് എന്ന കള്ളം പറഞ്ഞ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. വ്യാജം എന്ന പേര് തന്റെ മുഖത്തും തന്റെ നെഞ്ചത്തും കുത്തിവെച്ച മനുഷ്യനാണ്, സംശയമല്ല. നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഉണ്ടാക്കിയ സമസ്ത ഒറിജിനൽ സമസ്തയാണോ? അല്ല, വ്യാജ സമസ്തയാണ്. അദ്ദേഹത്തിന്റെ മുടി അത് ഒറിജിനലാണോ? അല്ല, വ്യാജമാണ്. അദ്ദേഹത്തിന് ഒരു പേര് കൂടിയുണ്ട്, എന്ത്? ഗ്രാൻഡ് മുഫ്തി. സത്യത്തിൽ വ്യാജ മുഫ്തിയാണ്. അദ്ദേഹത്തിന് ആരാണ് ഗ്രാൻഡ് മുഫ്തി പട്ടം കൊടുത്തത്? അത് അടിച്ചു മാറ്റിയതാണ് യുപിയിൽ പോയിട്ട്, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പോയിട്ട്. വ്യാജ മുഫ്തി അദ്ദേഹം തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഞാനാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി. നമ്മൾ തന്നെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ രൂപത്തിൽ കള്ളക്കടത്ത് നടത്തി ജീവിക്കുന്ന ഒരു പുരോഹിതനായി അദ്ദേഹം മാറുന്നത് നമ്മുടെ മുന്നിലാണ് എന്നുള്ളത് വളരെ ശക്തമായിട്ട് നമ്മൾ ഇടപെടേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരുപാട് സ്മഗ്ലേഴ്സ് ഉണ്ട്, കള്ളക്കടത്തുകാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ലോകത്ത് ജീവിക്കുന്നു. പക്ഷെ ഇദ്ദേഹം കടത്തുന്നത് ദീനായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇടപെടേണ്ടി വരുന്നത്.